ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ജിമ്മിൽ പോയിട്ട് വരണ വഴി കുറച്ച് ജ്യൂസിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്: ബീട്രൂട്ട്, ഒരു മാതളം, പിന്നെ ഒരു ക്യാരറ്റ് ഉണ്ട്, ഒരു കുക്കുംബർ ഉണ്ട്, പിന്നെ ഒരു പാവയ്ക്ക, മല്ലിയില, ലേശം പുതിനയില, പിന്നെ നമുക്ക് ഈത്തപ്പഴം. ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മളിന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ഇക്കയാണ് ജ്യൂസ് അടിക്കുന്നത്. ഇന്ന് ചിലതിൽ ആദ്യമായിട്ട് ഇടാൻ വേണ്ടി പോകുന്നത് ഈത്തപ്പഴമാണ്. ഒരു 3-4 ഈത്തപ്പഴം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, അടുത്തത് നമ്മൾ കുറച്ച് കീടയാണ്, പിന്നെ കുറച്ച് കുക്കുംബർ, ഇനി ബീട്രൂട്ടാണ് നമ്മൾ ഇതിനിടാൻ പോകുന്നത്. ചെറിയൊരു കഷ്ണം ബീട്രൂട്ട്, ഇനി ശകലം പാവയ്ക്ക, 2 കഷ്ണം ഇഞ്ചി. നമ്മളതിൽ കാന്താരി ഇല്ല, അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് പച്ചമുളകുടെയാണ്. അപ്പോൾ ഇനി പുതിനയിലയും മല്ലിയിലയും ഇടാൻ പോവുകയാണ്. പിന്നെ കുറച്ച് മാതളം. ഇത് 3 പേർക്കുള്ള ജ്യൂസാണ്. നമ്മളിനി ശകല സാധനം നമ്മൾ അടുത്ത സാൾട്ട് കൂടെ ഇട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. അപ്പം നമ്മളിനി ഒരു നുള്ളി ഉപ്പ് കൂടെ ഇട്ട് നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ BP ഉള്ളവരാണെങ്കിൽ ഉപ്പിടണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ജ്യൂസിന് വേണ്ടി നമ്മൾ ഒരു നാരങ്ങയുടെ നീരെടുക്കുകയാണ് കേട്ടോ. പാത്രത്തിലേക്ക് നാരങ്ങയുടെ നീര് പുഴിഞ്ഞൊഴിക്കുകയാണ്. നമ്മുടെ ജ്യൂസ് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ 3 ഗ്ലാസ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഐസ് ക്യൂബ് ഇട്ടാണ് നമ്മൾ കഴിക്കാനുള്ളത്. ഇപ്പം തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഐസ് ക്യൂബ് ഇടുന്നില്ല. നിങ്ങൾ കുടിക്കുമ്പോൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് കുടിക്കുക. നല്ല അടിപൊളി ജ്യൂസാണ്, നല്ല ഹെൽത്തി ജ്യൂസാണ്.